അക്വേറിയത്തിലെ വെള്ളം കലങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും. ഭയങ്കര കലക്കായിട്ട് ഈ മുന്നിലുള്ള മീനുകളെ മാത്രമേ കാണുള്ളൂ, ബാക്ക് സൈഡിലുള്ളതൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിലേക്കൊരു പുതിയ ഫിൽറ്റർ ഞാൻ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടർ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു നോർമൽ ഫിൽറ്ററിന് 10,000 5,000 ഒക്കെയും പ്രൈസ് വരുന്നുണ്ട്. ഇത് ചെറിയ ഫിൽറ്റർ അല്ലാണ്ട് വലിയ ഫിൽറ്ററിന്. അപ്പോൾ അതേ വലിയ ഫിൽറ്ററിൻ്റെ തിയറി ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്, ഫോം ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന ഫിൽറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് ഈ ഒരു ഫിൽറ്ററിൽ മെയിനായിട്ടുള്ളത്. സെറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ നോർമലി നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സാധനം തന്നെ. അതിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു ബെൻഡ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ച് മറ്റേ ഒരു എൽബോയും മറ്റേ ബെൻഡൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു ഇത് കൊടുത്തു. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ നോർമലായിട്ട് ഇത് തന്നെ അറേഞ്ചിൻ്റെ ഒരു പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇത് മാത്രം മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇവിടെ അടപ്പിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ആ വാങ്ങുമ്പോൾ അതേ ഇത് തന്നെയാണ്, ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 5000 രൂപയുടെ ഫിൽറ്ററിലൊക്കെ നോർമലി ഇതുപോലത്തെ സ്പോഞ്ച് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ സംഭവം തന്നെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ PVC പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്, ഹോൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ PVC പൈപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സാധാ ഫിൽറ്റർ കിട്ടും. ആ സാധാ ഫിൽറ്റർ തന്നെ വെച്ചിട്ട് നമുക്ക് അക്വേറിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാ ഫിൽറ്ററിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചളിയായി പോകും. മറ്റേ ഈ ടൈപ്പ് ഫിൽറ്ററാണ് വരുന്നത്. ഈ ടൈപ്പ് ഫിൽറ്ററാണ് ഇതിൻ്റെ സാധാ ഫിൽറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ചളി കുടുങ്ങിയിട്ട് മറ്റേ പെട്ടെന്ന് ഇതായി പോകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നോർമൽ മറ്റേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാത്ത ഒരവസ്ഥ വരും. അപ്പോൾ പക്ഷേ ഓവറായിട്ട് കലങ്ങാത്തൊരു അക്വേറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ സംഭവത്തിൽ ഇതേപോലത്തെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ വെള്ളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് കാലത്തേക്ക്. ഇത് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്ന മറ്റേ കാർബൺ മറ്റേ ഐറ്റംസ് കല്ലുകളൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ലീൻ ആവും. ഇപ്പം ഞാൻ നോർമൽ അതുപോലെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ PVC കൊടുത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ഹോൾ ഇട്ടിരിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഹോളിട്ട് ബുദ്ധിമുട്ടാകും, റിസ്ക് എടുക്കാൻ വയ്യാത്തവർക്ക് ഇതേ മറ്റൊരു ഫിൽറ്റർ വാങ്ങുക. ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് PVC പോലത്തെ ഒരു ഹോളുള്ള ഒരു പൈപ്പ് കിട്ടും. ആ പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ അതേമാതിരി യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മുടെ സ്പോഞ്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിനുള്ളിലുള്ളത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നോർമലി ആയിട്ടുള്ള ഒരു PVC പൈപ്പ് മേലെ താഴെയായിട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം മാത്രമാണ് ഹോള് കൊടുത്തിട്ടുള്ളത്, അടിഭാഗത്ത് മാത്രം ഹോൾ. അപ്പോൾ ഇതിലൂടെ റൊട്ടേറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന വെള്ളം കറക്റ്റ് ഇതിൽ കൂടി പോയിട്ട് പിന്നെ അടിയിൽ നിന്നാണ് പുറത്തേക്ക് തള്ളുക. അടിയിൽ നിന്ന് തള്ളുന്നത് പിന്നെ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് വന്നിട്ട് മേലെ കൂടെ അക്വേറിയത്തേക്ക് വരിക. അങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു ഹോൾ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നോർമലി ആയിട്ടുള്ള നമ്മുടെ ഈ പപ്പടക്കോല് പോലത്തെ കൊള്ളിയിട്ട് ചൂടാക്കിയിട്ടിട്ടുള്ള ഹോളാണ്, അല്ലാണ്ട് ഭയങ്കര ഇതാക്കിയിട്ടുള്ളതൊന്നുമല്ല. ജസ്റ്റ് അവിടെ ഇവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും നോർമൽ PVC പൈപ്പ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇപ്പോൾ ഞങ്ങൾ അക്വേറിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിനുള്ളിൽ നല്ല കച്ചറുണ്ട്. അപ്പോൾ ആ കച്ചറ കാണുന്ന വിധത്തിൽ തന്നെ ആയിക്കോട്ടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഒരു നോർമൽ മറ്റേ ബ്ലാക്ക് സ്പോഞ്ച്, അക്വേറിയത്തിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്പോഞ്ച് തന്നെ. പിന്നെ നമ്മുടെ കോട്ടൺ ടൈപ്പ് ഫിൽറ്ററിൽ വെക്കുന്ന സ്പോഞ്ച്. അല്ലെങ്കിൽ ചളി കാണാൻ പറ്റും, നല്ലോണം ചളി കുടുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മേലത്തെ ലെയറായിട്ട് വരുന്നതാണ്. അതേമാതിരി തന്നെ വീണ്ടും മറ്റേ ഈ കോട്ടൺ ടൈപ്പ് സ്പോഞ്ച് വെക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയ തരി പോലത്തെ കച്ചറ വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടും. അതാണ് മറ്റേ സ്പോഞ്ചിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് ഈ ബ്ലാക്ക് സ്പോഞ്ചുകൾ തന്നെ വെച്ചിട്ടുള്ളത്. ഈ ബ്ലാക്കിനുള്ളിൽ മാക്സിമം വലിയ കച്ചറയാണ് കൊടുക്കുക. ഇത് നമ്മുടെ നോർമലി നമ്മുടെ ഈ പ്ലേറ്റ് മറ്റു ഡിഷ് വാഷിനൊക്കെ യൂസ് ചെയ്യുന്ന ആ സ്പോഞ്ചിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ബ്ലാക്കാണ്. അതുകൊണ്ടും ചുമ്മാ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് സംഭവം. ഇതുപോലത്തെ അങ്ങനെ ലെയറായിട്ട് സ്പോഞ്ചുകളാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വരെ. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഈ സ്പോഞ്ചാണ്. അപ്പോൾ ഈ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്ത് സ്പോഞ്ച് കൊടുത്തതിന് പകരം ഇവിടെ സ്പോഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പുറത്തേക്ക് വെള്ളം തള്ളാനുള്ളൊരു ടൈറ്റ് വരും എന്നുള്ളൊരു തോന്നൽ കാരണത്താൽ ഇതിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളാരം കല്ലിൻ്റെ പീസുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നോർമൽ വെള്ളാരം കല്ലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട്. അപ്പോൾ ഇതിന് ഈ വെള്ളാരം കല്ല് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മളെ ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് കാർബൺ കരി പോലത്തെ അതുപോലത്തെ മറ്റേ ഒരു വെള്ള കല്ലുകളൊക്കെ ഉണ്ട്. നോർമൽ ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്ന കല്ലുകൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി
ഈ അമോണിയൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്റർ. അപ്പോൾ ഇത് പറ്റ കലങ്ങിയിട്ടുള്ള ഒരു അക്വേറിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണീര് പോലത്തെ വെള്ളം നോക്കില്ല. പക്ഷെ നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ കൾച്ചറുകളും ക്ലീൻ ആയിട്ടുള്ള വെള്ളം നിറച്ച ടൈമിലേ മുതൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിൽ ആ ഒരു ക്ലീൻ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും. പക്ഷെ ഇതിനുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്നിൽ വെള്ളം വരുന്നിടത്ത് നമ്മൾ സാധാരണ ഒരു മോട്ടർ കണക്ട് ചെയ്തിട്ട്, വെള്ളത്തിൽ വെച്ചിട്ടുള്ള മോട്ടർ കണക്ട് ചെയ്തിട്ട്, അക്വേറിയത്തിൽ വെക്കുന്ന മോട്ടർ കണക്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ കണക്ഷൻ ഇതിലൂടെ കൊടുക്കണം. അപ്പോൾ ഇതിലൂടെ വെള്ളം കയറി പിന്നെ ഈ പൈപ്പിലൂടെ പോയിട്ട് ഔട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കോളും. ഇതിൽ നനയുന്നതിനനുസരിച്ച് ഔട്ട് വരും. ആ ഔട്ട് നേരെ അക്വേറിയത്തിലേക്ക് കണക്ട് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഒരു സാധാ ഫിൽറ്റർ. നമുക്ക് നോക്കുമ്പോൾ വലിയൊരു ഫിൽറ്ററിൻ്റെ നേരെ ചെറിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എക്സ്പെൻസ് കുറച്ച് ഞങ്ങൾ ഒരു 5000 രൂപയ്ക്ക് ഫിൽറ്ററിൻ്റെ നേരെ ചെറിയ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു സാധനം യൂസ് ചെയ്യാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നിലനിൽക്കും വെള്ളം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട്